ശ്രീത്ത്, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഈ ജാതി സമവാക്യങ്ങളൊക്കെ കയറി വരും. പക്ഷേ ഒരല്പം വർഗീയത കൂടി നിൽക്കുന്നതും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ പലപ്പോഴും പല പാർട്ടിക്കാരും മുഖ്യധാര പാർട്ടിക്കാരെ ചേർത്ത് നിർത്തത്തില്ല. പക്ഷെ അവരുമായിട്ടൊക്കെ തന്നെ ബന്ധമുണ്ടാകും. 2019 ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സാധനവുമായിട്ട് CPM-ന് വലിയ ബന്ധമുണ്ടായിരുന്നു. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥിതി ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്. ഇന്ത്യ ഒട്ടാകെ നിരോധിച്ചിരിക്കുകയാണ്, എല്ലാത്തിനെയും പിടിച്ചകത്തിട്ടിരിക്കുകയുമാണ്. ഇതിൻ്റെയൊക്കെ വേറൊരു രൂപം മാറി മാറി വരും. ഇതിന്റെ വേറൊരു സംഘടനയാണ് അല്ലെ SDP എന്ന് പറയുന്നത്. അവര് പാലക്കാട് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്താണെന്നുള്ളതാണ്. അവിടെയൊക്കെ ഒരു ഇടപെടലുണ്ട് ഇവരുടെ. അപ്പൊ ഇത് ഇപ്പോൾ UDF-ന് അനുകൂലമായിട്ടാണോ അവരുടെ നീക്കം? തീർച്ചയായും അത്തരത്തിലാണ്. SDPI കോൺഗ്രസിന് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് BD സതീശൻ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. കേരളത്തിൽ BJP-യും CPM-ഉം ജനങ്ങളെ വർഗീയമായി വിഭജിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുടൻ ഞാൻ കേരളത്തിലെ എല്ലാ സമുദായ നേതാക്കളെയും കാണും, മതസംഘടനയിലെ നേതാക്കളെ കാണും, അവരോട് ഈ പ്രശ്നം ബോധ്യപ്പെടുത്തും. കേരളത്തെ ഈ രീതിയിൽ വിഭജിക്കാൻ CPM-ഉം BJP-യും എല്ലാം ശ്രമിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അവർക്കെതിരായി തിരിയണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം ഉടൻ തന്നെ ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ തന്നെ തിരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തു നിൽക്കുകയാണ്. ഈ പരാതിയെല്ലാം ബോധ്യപ്പെടുത്തി തങ്ങളാണ് യഥാർത്ഥ മതേതരവാദികളെന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് അവർ. പക്ഷെ അതിൽ ഏറ്റവും രസകരമായ കാര്യം, അതിനു മുമ്പ് എന്തിനാണോ തെരഞ്ഞെടുപ്പ് കാത്തു നിൽക്കുന്നത്, അതിനു മുമ്പേ പോകാമായിരുന്നു. പക്ഷെ പോകാത്തതിന് കാരണം എനിക്ക് തോന്നുന്നു അവിടെ SDP-യുടെ പിന്തുണയുണ്ട്. SDP-ക്ക് അവിടെ വോട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന് സ്വാധീനമുള്ള SDP-യുടെ സംഘടനാ രൂപമായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. അത് നിരോധിച്ചിട്ടുണ്ട്, അറിയാമല്ലോ. പ്രത്യേകിച്ച് പാലക്കാട് 2 കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നീട് അതിന്റെ ഭാഗമായി എതിരായിട്ടൊരു കൊലപാതകം നടക്കുന്നു. അത്തരം പാലക്കാട് ഒരു 2-3 വർഷമായി ഒരു വർഗീയമായി തന്നെ വിഭജിച്ച് നിൽക്കുന്ന ഒരു ഇടമാണ്. അത്തരം ഒരു ഇടത്തിൽ ഈ കോൺഗ്രസ് മതേതരത്വത്തിന്റെ പറവകളായി അറിയപ്പെടുന്ന കോൺഗ്രസിന് എങ്ങനെ ഈ വോട്ട് വാങ്ങാൻ കഴിഞ്ഞു എന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. എന്തായാലും SDPI പൂർണ്ണമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി എന്തായാലും വിജയിപ്പിക്കാനുള്ള, എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കാനുള്ള ശ്രമവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർ ഇത്തരത്തിലുള്ള ഒരു ലഘുലേഖകൾ ഇറക്കിയാണ് അവിടെ കോൺഗ്രസിനായുള്ള പ്രചരണം നടത്തുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന ഹെഡിങ്ങോടെയാണ് ഒരു കുറിപ്പ് ഇറങ്ങിയിരിക്കുന്നത്, ലഘുലേഖ ഇറക്കിയിരിക്കുന്നത്. തൃശൂർ ആവർത്തിക്കാൻ അനുവദിച്ചുകൂടാ, അതോടൊപ്പം തന്നെ BJP CPM ഡീലിനെ പരാജയപ്പെടുത്തുക, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിനെതിരാവട്ടെ നമ്മുടെ സംവിധാന അവകാശം, അത്തരത്തിലുള്ള ഒരു വോട്ട് ചെയ്യുക. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആർക്കാണ് വോട്ട് ആവശ്യപ്പെടുന്നതെന്ന്. അതോടൊപ്പം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുണ്ട്. 2016-ലെയും 2021-ലെയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏതെല്ലാം പാർട്ടിക്ക് എത്രയെല്ലാം വോട്ട് കിട്ടി എന്നുള്ള കൃത്യമായ കണക്കും ഇവിടെ പാലക്കാട് മണ്ഡലത്തിൽ എത്ര കിട്ടി എന്നുള്ള കണക്കും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവസാനത്തെ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021-ൽ UDF-ന് 54,079 വോട്ടും BJP-ക്ക് 50,220 വോട്ടും LDF-ന് 36,433 വോട്ടും ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത ലോക്സഭയിലേക്ക് വരികയാണെങ്കിൽ അതിന് നിയമസഭ ആക്കി മാറ്റിയുള്ള ഒരു കണക്കാണ് അവർ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയം UDF-ന് 52,779 വോട്ടും BJP-ക്ക് 43,072 വോട്ടും LDF-ന് 34,640 വോട്ടും അടക്കമുള്ള കൃത്യമായ കണക്ക് എഴുതിയിട്ടുണ്ട്. പാലക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു ലഘുലേഖ അവിടെ പ്രചരിക്കുന്നത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഒരു മാധ്യമ സ്ഥാപനം ഒരു വൈകുന്നേരം ഒരു ചർച്ച നടത്തി. ആ ചർച്ചയിൽ അത് അവതരിപ്പിക്കുന്ന അവതാരകൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് SDP-യുടെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾക്ക് തുറന്നു പറയാൻ ധൈര്യമുണ്ടോ എന്ന്. അപ്പൊ ഇദ്ദേഹം പറയുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരോട് കേരളത്തിൽ പട്ടിണിയാണെന്ന് പറയുമ്പോൾ അവർ പറയും ഉത്തരേന്ത്യയിൽ പട്ടിണിയാണ്. അല്ല, നമ്മളെ മുന്നിൽ ജനങ്ങൾ പട്ടിണിയിലാണ്,
ഉത്തരേന്ത്യയിൽ എന്താണ് നടക്കുന്നത് അതേ സമീപനമായിരുന്നു ആ ചർച്ചയിൽ കോൺഗ്രസ് നേതാവും വച്ചു പുലർത്തിയത്. അദ്ദേഹത്തിനോട് ആവർത്തിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് SDP-യുടെ വോട്ട് ആവശ്യമില്ലെന്ന് നിങ്ങൾ തുറന്നു പറയുമോ? നിങ്ങൾക്ക് SDP-യുടെ നേതാക്കൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവർ ഇത്തരത്തിലുള്ള ലഘുലേഖകൾ പ്രചരിപ്പിക്കുന്നുണ്ട്, അതിനെ എതിർത്തു പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു വർഗീയവാദികൾക്കെതിരാണ്. ഇത് ആരാണ് വർഗീയവാദി? അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യമാണല്ലോ, നിങ്ങൾ SDP-യുടെ വോട്ട് വേണ്ട നിങ്ങൾ തുറന്നു പറയൂ. അപ്പൊ പറയാമായിരുന്നു ആ നേതാവ്, ഞങ്ങൾക്ക് SDP-യുടെ വോട്ട് വേണ്ട. പക്ഷേ ആ സ്ഥലത്ത് എന്തായാലും അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. അതിന്റെ ഭാഗമായി തന്നെ അത് പരമാവധി മുതലെടുക്കാൻ BJP ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. BJP നേതാക്കൾ അവരുടെ പ്രചരണ യോഗങ്ങളിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഇതിനെ ജനങ്ങളിൽ എത്തിക്കുവാനായി ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും BJP പറയുന്നത് പോപ്പുലർ ഫ്രണ്ടും കോൺഗ്രസും സഖ്യത്തിലാണ്. അവർ ഒരുമിച്ചാണ് നിലവിൽ പാലക്കാടിനെ തിരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. ഒരു വിഭാഗത്തിന്റെ വീടുകൾ കേന്ദ്രീകരിച്ച് സമ്പർക്കം നടത്തുന്ന ഗ്രീൻ ആർമി എന്ന പേരിലുള്ള ഒരു സംഘം പാലക്കാട് ഒരു സമുദായത്തിന്റെ വീട്ടിൽ മാത്രം പ്രചരണം നടത്തുകയാണ്. ഇതിന് പിന്നിൽ SDP പ്രവർത്തകരാണ്. ഈ ഗ്രീൻ ആർമി എന്ന് ഉദ്ദേശിക്കുന്നത് SDP-യുടെ പ്രവർത്തകർ. അവരാണ് ഗ്രീൻ ആർമി എന്ന സംഘടനയുടെ പേരിൽ സംഘം ചേർന്ന് പാലക്കാട് ഈ പ്രചരണം നടത്തുന്നത്. തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പായതോടെയാണ് സതീശനും UDF-ഉം ഈ ഭീകരവാദികളെ കൂട്ടുപിടിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ ആരാധനാലയങ്ങളിൽ ചില സമുദായത്തിന്റെ ഈ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ SDP-ക്കാർ ഇത്തരത്തിലുള്ള ലഘുലേഖകൾ വിതരണം ചെയ്യണം. ഈ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങും അതെ ഇത്തരത്തിലുള്ള ലഘുലേഖകളും ഇവർ ഈ സംഘടനയും നമ്മൾ ഇപ്പോൾ അവർ SDP എന്ന പേരിലല്ല, പക്ഷെ ഇതിൽ SDP എന്നാണ്. പക്ഷെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ളത് ഗ്രീൻ ആർമി എന്ന പേരിലാണ്. അത്തരത്തിൽ അതോടൊപ്പം തന്നെ ഈ ഓഫീസുകൾ പോപ്പുലർ ഫ്രണ്ടുകാരായ സജീവമായുള്ള ഈ പാലക്കാടിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ളവരും ഈ സ്ഥലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കോൺഗ്രസിന് തിരിച്ചടിയാകാനാണ് സാധ്യത. കാരണം തുടക്കം മുതൽ തന്നെ ആ മണ്ഡലം ഉറപ്പായി തന്നെ വിജയിച്ചു കയറാനുള്ള കഴിവ് കോൺഗ്രസിന് അവിടെ ഉണ്ട്, ആ അടിത്തറയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ മികച്ചൊരു സ്ഥാനാർത്ഥി, അദ്ദേഹം ആ നാട്ടുകാരനല്ലെങ്കിലും ആ യുവാക്കൾക്കിടയിലെല്ലാം ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ ചാനൽ ചർച്ചയിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് എന്തായാലും മുതലാക്കിയെടുക്കാമായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠനെല്ലാം വലിയ രീതിയിലാണ് അവിടെ നിന്ന് വിജയിച്ച് കയറിയിരിക്കുന്നത്. അപ്പൊ ആ തരംഗം തന്നെ ഇപ്പോഴും ആവർത്തിച്ച ഒരു വിജയം കൊണ്ടുപോകാമായിരുന്ന ഒരു അവസരത്തിൽ ഇത്തരം വർഗീയ സംഘടനകളുടെ ഈ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളുമായി എന്തിനാണ് ചങ്ങാത്തം എന്നത് മനസ്സിലാകുന്നില്ല. അത് എന്തായാലും കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിക്കും. അതോടൊപ്പം തന്നെ സാറല മുൻപ് നടന്ന പല ചർച്ചകളിലും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സന്ദീപ് വാര്യറിന്റെ വരവും പാലക്കാട് കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകും. വരവ് പോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയക്കാർ വരുന്നുണ്ട് പോകുന്നുണ്ട്, അത് വിഷയമല്ല. പക്ഷെ എന്തിനാണ് പാണക്കാട് ഓടിയെത്തുകയാണ്? തന്റെ മെമ്പർഷിപ്പ് കോൺഗ്രസിൽ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് മണിക്കൂറുകൾ കഴിയുന്നില്ല. അതിനു മുൻപ് തന്നെ മോഡി എതിർത്ത് പറഞ്ഞു പോട്ടെ, പക്ഷെ ഒരു ദിവസം 24 മണിക്കൂർ ആകും മുമ്പ് തന്നെ പാണക്കാട് എത്തി തന്റെ മതേതരത്വം എന്തിനാണ് അങ്ങനെ തെളിയിക്കുന്നത്? അങ്ങനെ തെളിയിക്കുമ്പോൾ ഹൈന്ദവർ എന്തായിരിക്കും ചിന്തിക്കുക? ആ ഹൈന്ദവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഹൈന്ദവ വിഭാഗത്തിന്റെ വോട്ട് പൂർണ്ണമായും കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുവാനാണ് സാധ്യത. കയ്യിൽ കിട്ടിയ ഒരു മികച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് 2 തവണയായി ഇപ്പോൾ അധികാരത്തിലില്ലാതിരുന്ന സമയത്തും വലിയ പ്രതീക്ഷയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ അവർക്ക് ലഭിച്ചത്. തുടർച്ചയായി ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19-1 എന്ന് ജയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിജയം മാത്രമല്ല, കണ്ണൂർ ഉൾപ്പെടെയുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ കോൺഗ്രസിലേക്ക് വലിയ രീതിയിലാണ് വോട്ട് ഒഴുകിയിരിക്കുന്നത്. അത് പൂർണ്ണമായി തന്നെ ആവർത്തിച്ചിരുന്നെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയവും അടുത്തു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയവും ഉറപ്പായും 2026 കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പാലക്കാട് എന്ത് സംഭവിക്കും അതിനനുസരിച്ചായിരിക്കും 2026 ഇലക്ഷന് കോൺഗ്രസിനെ സജ്ജമാക്കാൻ കഴിയുക.